ഹായ് നമസ്തേ വെൽക്കം ബാക്ക് വ്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല സ്കാൽപ്പിംഗ് സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ട്രേഡർ സപ്പോർട്ടറാണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ അതായത് ഈ മാസം നമുക്ക് ജൂലൈ മാസത്തിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നല്ല റിട്ടേൺസ് കിട്ടിയ സ്റ്റോക്കുകൾ 4 സ്റ്റോക്കുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിലും സ്വിങ്ങിലേക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ 4 സ്റ്റോക്കുകളിൽ നമുക്ക് ഈ മാസത്തിൽ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്ന് കല്യാൺ ജുവല്ലേഴ്സിന് നമുക്ക് 9th ശേഷം നല്ല സ്ട്രോങ് ബുള്ളിഷ് ആയിരുന്നു. 169 പോയിന്റ്സോളം നമുക്ക് അപ്ടണിൽ കയറി നിൽക്കുകയാണ്. അതേപോലെ ടി സി എസിൽ നമുക്ക് ഈ കഴിഞ്ഞ മാസത്തിൽ അതായത് തേർഡ് തുടങ്ങി ബുള്ളിഷ് മൂവ്മെൻറ്റ് നല്ല സ്ട്രോങ് ബുള്ളിഷ് 295 പോയിന്റ്സോളം അപ്ടണിലാണ്. നല്ല റിട്ടേൺസ് ആണ്. ഇന്നും സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് കയറി ഇന്ന്. അതേപോലെ തന്നെ എച്ച് സി എൽ ടെക്നോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് ജൂലൈക്ക് ശേഷം നല്ല സ്ട്രോങ് ബുള്ളിഷാണ്. 168 പോയിന്റ്സോളം മാർക്കറ്റ് അപ്ടണിൽ കയറി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് അപ്ടണിലേക്ക് കയറിയിട്ടുണ്ട്. അതേപോലെ ബജാജ് നോക്കുകയാണെങ്കിൽ 7th ജൂലൈക്ക് ശേഷം സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് 1229 പോയിന്റ്സ് മാർക്കറ്റ് അപ്ടണിലേക്ക് കയറി നിൽക്കുകയാണ്. ഇതിൽ ഞാൻ 4 ഹവറിൻ്റെ ചാർട്ടാണ് വെച്ചിരിക്കുന്നത്. ലോങ് ടേമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് 4 ഹവർ ചാർട്ടാണ് വെക്കേണ്ടത്. 30 മിനിറ്റ്സ് 1 അവർ 4 അവർ ഇതാണ് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വെക്കുന്ന ടൈം ഫ്രെയിം. അതിൽ 1 വീക്ക് വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സും നമുക്ക് 1 മന്ത് വരെ നമുക്ക് 1 അവറും അതിന് മേളിൽ നമുക്ക് 4 അവർ വെച്ചാൽ മതി. കുറച്ചൊരു ലോങ് ടേമിലേക്ക് 4 അവറാണ് നമുക്ക് നല്ലത്. അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ കല്യാൺ ജുവല്ലേഴ്സിന് കാണിക്കുകയാണ്. കല്യാൺ ജുവല്ലേഴ്സിന് 9th ശേഷം സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് തന്നെയായിരുന്നു. നല്ല ട്രേഡായിരുന്നു. നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതിൽ സോഫ്റ്റ് അല്ല ഗ്രീൻ കളർ അപ്പാറ് ലാസ്റ്റ് ബൈ ഇൻഡിക്കേഷൻ നമുക്ക് തന്നത് 9th അതിൽ സിഗ്നൽസും അതിന് മുമ്പ് ഒരു ബുള്ളിഷ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ കയറിയത് നമുക്ക് 9th അതിൻ്റെ സിഗ്നൽ വന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ടൈം എൻട്രി പോയിന്റും ടാർഗറ്റും തന്നിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റ് 438 കയറിയതാണ്. അതിൽ താഴെ ഫസ്റ്റ് ടാർഗറ്റ് 448, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഔട്ടിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് അടിച്ചു. ഇന്നും അതേപോലെ നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിലേക്ക് ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ ഇന്ന് ഇൻട്രാഡേയുടെ പെർഫോമൻസ് ഞാൻ കാണിച്ചു. ഇൻട്രാഡേക്ക് നമ്മൾ വെക്കുന്ന ടൈം ഫ്രെയിം നമുക്ക് 5 മിനിറ്റ്സ് ആണ്. ഇന്നത്തെ കല്യാൺ ജുവല്ലേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ചെറുതായിട്ട് ഡൗൺ ഇറങ്ങിയിരുന്നു. ഇന്ന് 28 ജൂലൈ ആണ്. ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് മോർണിംഗ് 9:23 തന്നെ നമുക്ക് സിഗ്നൽ 560 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബ്രേക്ക്ഔട്ടിൽ തന്നെ നമുക്ക് മാർക്കറ്റ് കയറി 76 വരെ പോയി. പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം 70 എഗെയിൻ ബ്രേക്ക്ഔട്ട് പോയി. അവിടെ നിന്ന് പിന്നെ അടിച്ചു കയറ്റമായിരുന്നു. ആദ്യത്തെ ബ്രേക്കിൽ തന്നെ 77 വരെ പോയി. നെക്സ്റ്റ് ബ്രേക്ക്ഔട്ടിൽ ആ 77 ഒറ്റ മാർക്കറ്റ് അടിച്ചു കയറി നമുക്ക് 99 വരെ പോയിട്ടുണ്ട്. അത് ക്ലോസിംഗ് ലെവൽ വരെ നല്ല സ്ട്രോങ് ബുള്ളിഷ് ആയിരുന്നു. ഇതിൽ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ലാസ്റ്റ് 28 നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. 30 മിനിറ്റ്സിലെ ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മാർക്കറ്റ് ചെറിയൊരു ഡൗൺ സൈഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇന്ന് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് അടിച്ചു കയറുന്നത്. അതിന് മുമ്പൊക്കെ നല്ലൊരു ബുള്ളിഷ് ആയിരുന്നു. അതിൽ 1 അവർ പെർഫോമൻസ് ഒക്കെ ഇടയ്ക്ക് ആ ഡൗൺ ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതിന് മുമ്പ് നല്ല സ്ട്രോങ് ബുള്ളിഷാണ്. പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇടയ്ക്കൊരു ഡൗൺ തന്നത് നമുക്ക് അതായത് മാർക്കറ്റ് അവിടെ പുൾ ബാക്ക് മാത്രമാണ് തന്നത്. തിരിച്ചു കയറാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ താഴത്തെ കൺഫർമേഷൻ പാല് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. സെയിം നമുക്ക് ടി സി എസിൽ നോക്കുകയാണെങ്കിൽ സിഗ്നൽ നമുക്ക് തന്നിരിക്കുന്നത് 1.25 1.25 നമുക്ക് ലാസ്റ്റ് സിഗ്നൽ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ എൻട്രി പോയിന്റ് മേലിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ടാർഗറ്റുകൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ സിഗ്നൽ വന്ന സമയത്തിൽ കൺഫേം ആയിരുന്നില്ല. തേർഡിൽ കിട്ടിയ സിഗ്നലാണ്. കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. കൺഫർമേഷൻ കിട്ടിയത് നമുക്ക് ബ്രേക്ക്ഔട്ട് പോയതും 2122 അവിടുന്ന് മാർക്കറ്റ് അടിച്ചു കയറുമായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതിൽ ഇന്നത്തെ ഇൻട്രാഡേയുടെ പെർഫോമൻസ് ടി സി എസ് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ മോർണിംഗിൽ തന്നെ നമുക്ക് ബൈ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് 2372 ബ്രേക്ക് ചെയ്ത് കയറി അവിടെ നല്ലൊരു കയറ്റമായിരുന്നു. ലാസ്റ്റ് ക്ലോസിങ്ങിൽ നമുക്ക് 1 മണിക്ക് ശേഷം സൈഡ് വേസ് ആണ് പ്രോപ്പറായിട്ട് തന്നത്. അതേപോലെ എച്ച് സി എൽ ടെക്നോളജി നമുക്ക് തേർഡിന് ശേഷം നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്ട്രോങ് ആയിട്ട് എഗെയിൻ മാർക്കറ്റ് അപ്ടണിലേക്ക് കയറിയിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 168 പോയിന്റ്സ് അപ്ടണിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് നമുക്ക് സിഗ്നൽ കിട്ടിയത് നമുക്ക് തേർഡിനാണ്. അതിൽ സിഗ്നൽ വന്ന ടൈം എൻട്രി പോയിന്റും താഴെ കൊടുത്തിട്ടുണ്ട്.
അതിൽ നല്ലൊരു ബൈ ഇൻഡിക്കേഷൻ ആണ്. അതിൽ ഇൻട്രാഡേക്ക് ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് അടിച്ചു കയറുമായിരുന്നു. 3 ദിവസമായിട്ടൊരു കണ്ടിന്യൂവേഷൻ ബുള്ളിഷ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ച കഴിഞ്ഞ ശേഷം മാർക്കറ്റ് എഗെയിൻ ഡൗൺ ഇറങ്ങുകയും ചെയ്തു ഇൻട്രാഡേക്ക്. അതായത് 12:46 ശേഷം മാർക്കറ്റ് ഡൗൺ ഇറങ്ങി. അപ്പോൾ രണ്ടിലും നല്ലൊരു പെർഫോമൻസ് കിട്ടി. അതിൽ 15 മിനിറ്റ്സിൽ 2-3 ദിവസം ഹോൾഡ് ചെയ്യുന്ന പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് ഉണ്ട്. അതിൽ 30 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന അപ് ട്രെൻഡ്, അതായത് 16th ശേഷം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും നല്ല റിട്ടേൺസ് ഉണ്ട്. 1192 നമ്മൾ എടുത്ത ട്രേഡാണ്. അവിടുന്ന് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 126 നമുക്ക് അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. നല്ലൊരു ഇൻഡിക്കേഷൻ ആണ്. ആദ്യത്തെ ട്രേഡ് മിസ്സായവർക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് 30ൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ 4 hourൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3rd ശേഷം നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ്. അതിൽ ആദ്യത്തെ ട്രേഡ് നമുക്ക് മിസ്സാക്കും, നെക്സ്റ്റ് എടുക്കാനുള്ള അവസരം നമുക്ക് വീക്കിൽ, അതായത് 30 മിനിറ്റ്സിൽ നമുക്ക് അവസരം തന്നിട്ടുണ്ടായിരുന്നു. 16th ശേഷം അവിടുന്ന് നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ്, ഇടയ്ക്ക് ഒരു ഡൗൺ ഇൻഡിക്കേഷൻ വന്ന് തിരിച്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയത് അവിടെ നല്ല രീതിയിൽ അടിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലും നമുക്ക് 4 hourൽ ചാർട്ടുകൾ 4 hour 1 hour 30 വെക്കാം. അതിൽ ആദ്യത്തെ ബ്രേക്കിൽ ട്രേഡ് എടുക്കാത്ത നെക്സ്റ്റ് ട്രേഡ് എടുക്കാനുള്ള അവസരം കിട്ടും. അല്ലെങ്കിൽ ടൈം ഫ്രെയിം കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് എവിടെ എടുക്കണം എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ടൈം ഫ്രെയിം നമുക്ക് കറക്റ്റായിട്ട് അവിടെ സിഗ്നൽസ് കാണിച്ചു തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബജാജ് ഓട്ടോ നോക്കുകയാണെങ്കിലും നമുക്ക് 7th ശേഷം നല്ലൊരു ബുള്ളിഷാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ട്രേഡ് തന്നെ പോയിട്ടുണ്ട്. അതിൽ നമുക്ക് 4 hourൽ പെർഫോമൻസ് കിട്ടിയ നമുക്ക് 7th ശേഷമാണ്. അവിടെ സിഗ്നലും എൻട്രി പോയിന്റും ടാർഗറ്റും തന്നിട്ടുണ്ട്. അതിൽ 15 മിനിറ്റ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് സ്ട്രോങ്, ഇടയ്ക്കൊരു ഡൗൺ ഇറങ്ങി ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പിന്നെയും സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ 27th ശേഷം നമുക്ക്, അതായത് ഈ 2 ദിവസങ്ങളായിട്ട് 171 പോയിന്റ്സോളം അപ് ട്രെൻഡിൽ കയറി. ഇന്നെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ആയിരുന്നു. മോർണിംഗിൽ നമുക്ക് ഇൻട്രാഡേക്ക് പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. മോർണിംഗിൽ സൈഡ് വേസ്, അതിനുശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറി. നമുക്ക് ആദ്യത്തെ ബ്രേക്ക് ഔട്ടിൽ എടുക്കാത്തവർക്ക് അപ്രോക്സിമേറ്റ് 12 o'clock ശേഷം സ്ട്രോങ് ആയിട്ട് എഗെയിൻ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. നല്ലൊരു അപ് ട്രെൻഡ്, സ്ട്രോങ് ബുള്ളിഷ് ആയിരുന്നു. സോഫ്റ്റിൽ കറക്റ്റായിട്ട് എൻ്റെ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ താല്പര്യമുണ്ടോ, കോൺടാക്ട് ചെയ്യും. താങ്ക് യു.